ഗൈസ്, നമ്മളുള്ളത് ബാങ്കോക്കിലാണ്. നമ്മളിതാ ഫ്രഷായി. നമ്മളിന്ന് ബാങ്കോക്ക് ടൂറാണ് ഫുള്ളുള്ളത്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചിട്ടോ ഫ്രണ്ട്സ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കഴിച്ച് നമ്മൾ നേരെ ഇന്നത്തെ ട്രിപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മളിതാ 78 ഫ്ലോറിലെത്തിട്ടോ. ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഗൈസ് റംസിന്നും ബ്രെഡ് തന്നെയാണ്. ഇവിടുത്തെ ഫുഡുകൾ കാണിച്ചില്ല കേട്ടോ. നമ്മൾ കാണാത്ത പല ടൈപ്പ് ഓഫ് ഫുഡുകളുണ്ട്. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നോർമൽ പാൻകേക്ക് കാര്യങ്ങൾ. ഇവരെ സ്പെഷ്യലായിട്ട് സാധനം കേട്ടോ. എൻ്റെ പേരൊന്നും അറിയില്ല. വിത്ത് ടൊമാറ്റോ റൈസ്, നമ്മുടെ ഫ്രഞ്ച് ജ്യൂസ് കാര്യങ്ങൾ. ഇതാണ് ഇന്ത്യൻസിലുള്ളത്. ഇതാണ് ഈ ഏരിയ മാത്രമേ ഉള്ളൂ. മഷ്റൂം ഉണ്ട്. പിന്നെ ഇത് ചിക്കൻ കുറുമ, ചിക്കൻ തന്തൂൺ, ഇത് സ്റ്റീമല്ല ബോയിൽഡ് റൈസ് കേട്ടോ. എങ്ങനെ കഴിക്കാമെന്നറിയില്ല. ഇതിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്തിരിക്കും. ഇത് ഒരു ടൈപ്പ് ഓഫ് തായ് ഫുഡാണെന്ന് തോന്നുന്നുണ്ട്. അതെ, തായ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടോ. ചിക്കൻ ക്രീമി സൂപ്പാണ്. ചിക്കൻ ക്രീമി സൂപ്പ് എന്താ അവസ്ഥ എന്നറിയില്ല. എന്താ അമേരിക്കൻ ഫ്രൈഡ് റൈസ്. എന്താണ് അമേരിക്കൻ ഫ്രൈഡ് റൈസ്? എന്താണ് തായ് ഫ്രൈഡ് നൂഡിൽസ്. ഇവിടുത്തെ തായ് ഫ്രൈഡ് നൂഡിൽസ് നോക്കി ലുക്കൊക്കെ. ഇതെല്ലാം ഗ്രിഡ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ആഡ് ചെയ്താകുന്നുണ്ട്. ചിക്കൻ സ്റ്റൂ ഒക്കെ ഇവരെ ടേസ്റ്റാണ് ഇതൊക്കെ. ചിക്കൻ സ്റ്റൂ, ചിക്കൻ കറി വിത്ത് വിൻ്റർ മെലൺ. വിൻ്റർ മെലണോ? ചിക്കൻ കറി വിത്ത് പനാങ് കറി സോസ്. പനാങ് എന്ന് ഇനി ഒരു ഉദ്ദേശിക്കുന്ന മറ്റേതാണോ? മറ്റേ പീസ്, ഗ്രീൻ പീസാണോ ഇനി? ഇവിടെ പിന്നെ ഇതാ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്, തായ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു പത്തോങ്കോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ അവസ്ഥ എന്നറിയില്ല. പത്തോങ്കോ സോയാബീൻ മിൽക്കോ. സോയാബീൻ നമ്മുടെ സോയാബീൻ അല്ലേ. കോക്കനട്ട് സ്റ്റിക്കി റൈസ് വിത്ത് ബനാന. ആഹാ, കാണാൻ നല്ല ബർക്കത്തുണ്ട്. പക്ഷെ നമുക്കിത് പുറത്തുനിന്ന് യാത്ര പോകണപ്പോൾ കഴിച്ച് ശരിയാവില്ല. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. എന്താ ചൈനീസ് ബ്ലാക്ക് വിനാഗർ. ഇതൊക്കെ തായ് ഫുഡ്സാണ് കേട്ടോ. ഈ പോർതുണ്ട്, സ്റ്റീംഡ് സ്ട്രിംപ്പ്. ഇത് നമ്മുടെ നാട്ടിൽ ബോണ്ട അല്ലേ, ടൈപ്പ് ബോണ്ട, സ്വീറ്റ്ലെസ് ആയിട്ടുള്ള സാധനം. ഇത് സാധനം ഇത് വിൽക്കാനൊന്നുമില്ല. പക്ഷേ കൊള്ളാം. ഇവിടെ റംസ് എന്തോ ഇതുണ്ട് കൈസ് കാര്യമായിട്ട്. എന്താ ഇത്? കംപ്ലൈൻറ്റാ? ഇത് വെച്ച് നോക്ക്. നല്ല നമ്മുടെ നാട്ടിൽ ബോണ്ടൊക്കെ പോലെ ഉണ്ട്. സ്വീറ്റല്ല, പക്ഷെ ഓയിലിൽ ബോയിൽ ചെയ്യുന്നതാണ്. ഉണ്ട് കൊള്ളാം കൈസ്, രസമുണ്ട്. എന്താ ഇതിന് എന്തിനാ എഴുതണത്? ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടിയാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മൾ? ഓക്കെ, അടിപൊളി വ്യൂ അല്ലേ. നോക്കൂ, നമ്മളങ്ങനെ സഫാരി പാർക്കിലേക്ക് പോവാം കേട്ടോ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴി ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് കാണുന്നുണ്ട്. ഇന്ത്യയിൽ കാണുന്നുണ്ട്, മാൻമർ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ബ്ലോക്ക് ഗൈസ്. ഇവിടെ സിഗ്നൽ ഉണ്ടെങ്കിലും മറ്റേ ഇതാണ് കേട്ടോ, ബാറ് വട്ടം വയ്ക്കും റോഡിൽ. അങ്ങനെയാണ് സിഗ്നൽ വരാൻ. റോഡ് ക്ലോസ് ചെയ്യും. ബിക്കോസ് ട്രെയിന് റെയിൽവേ ആയതുകൊണ്ട്, റെയിൽവേ ട്രാക്ക് ആയതുകൊണ്ട് ഫുള്ള് അവിടെ മറക്കും.
ട്രെയിൻ പോയി കഴിഞ്ഞിട്ടാണ് തിരക്കൊക്കെ ഫുള്ള് മറ്റേ ഈ 2 വീലറാട്ടോ. അവിടെ ഇവിടെ കുത്തിക്കയറ്റി ഓടിക്കണം, നാടോടെ തന്നെ കിട്ടുന്ന ഗ്യാപ്പിൽ കുത്തിക്കയറ്റി പോകാൻ. ഇതായതുകൊണ്ടോ റെയിൽ പോയ ട്രാക്ക്. അവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് പോയത് ഗുഡ്സ് ട്രെയിനാണ്. സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് മെട്രോ ഉള്ളത്. അങ്ങനെ നമ്മൾ സഫാരി പാർക്ക്, മറൈൻ പാർക്ക്, സഫാരി വേൾഡ്. നമ്മൾ ആദ്യം പോകുന്നത് മറൈൻ പാർക്കിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ സഫാരി പാർക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിഞ്ഞ് എലിഫൻറ്റ് ഷോ കാണാൻ പോകാം കേട്ടോ. 11 മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതാ എലിഫൻറ്റ് ഷോ കാണാൻ പോകാം കേട്ടോ. 11 മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ വന്ന് കയറുമ്പോൾ നമുക്ക് ആ സൈഡിലൊരു ഇതുണ്ട്, ഒരു ചാർട്ട് ഉണ്ടാവും, ഒരു ഷീറ്റ് തരും. ആ ഷീറ്റ് പ്രകാരം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ ഷോയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ ഷോയും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ആകെ 11 മണിക്ക് 2 ഷോ ആണ് സെയിം ടൈം ഉള്ളത്. ഒന്ന് എലിഫൻറ്റ് ഷോയും പിന്നെ ലയൺ സീയും. അത് മാത്രമേ ഉള്ളൂ ക്ലാഷ് ആവുള്ളൂ. ബാക്കി സമയമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ മിക്ക ഷോ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സിംഗിൾ വാക്ക് മുന്തിരി കണ്ട് കേസ്, ആർട്ടിഫിഷ്യൽ മുന്തിരികൾ. ഇതാ അവിടെ മറ്റേതുണ്ട്, ഇതാ ഗ്രേറ്റ് വൈറ്റ് പെലിക്കൻ. ഈ ഒറാങ്ങോട്ട് ഷോ നമുക്ക് മിസ്സായി. ഇവിടെ ആയിരുന്നു ഷോ ഉണ്ടായിരുന്നത്, എല്ലാം മിസ്സായി കേസ്. ഓക്കെ, ഇവിടെയാണ് ഷോ ഉള്ളത് കേട്ടോ. അവിടുത്തെ അപ്പുറത്തെ ഗേറ്റ് ക്ലോസ് ചെയ്തു, ഫുള്ളായി അവിടെ. നമുക്ക് ഇപ്പുറത്തെ ഗേറ്റിൽ പോവാം. നമ്മൾ ഏറ്റവും മോളെ പോയി കേസ്. തിരക്ക് നോക്കൂ അല്ലേ, എന്ത് രസമാണ് നടക്കണൊക്കെ. അങ്ങനെ ആനയെ കൊണ്ട് ഒരു ചിത്രം വരെ വരപ്പിച്ച കേസ് നോക്കൂ. എനിക്കൊരു വിക്കൂട്ടെ, ഇത് സെല്ല് ചെയ്യുന്നതുകൊണ്ട് ഈ പിക്ചർ ആണ്ടോ. ആനയെ കൊണ്ട് ഒരു ഫുട്ബോൾ ചെയ്യാൻ പോട്ടോ. പുറത്തുപോയി ഒരു ആനയായിട്ട് അടിങ്ങറാക്കണോ കേസ്. ഇനി അടുത്ത ആന കേട്ടോ. ഓക്കെ, ഇവിടെ അടിക്കുമോ? അടിക്കും, നോക്കാം, നോക്കട്ടോ. റെഡി, ഓ അങ്ങനെ ഇവിടുത്തെ എലിഫന്റ് ഷോ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് വെള്ളം ചീറ്റ് നോക്ക. അടുത്ത് ചെയ്യാൻ പോകുന്ന സ്പൈവാറാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇതാ ഷോ സ്റ്റാർട്ട് ചെയ്യും 11:30 ഷോ കേട്ടോ. അറിയോ, നമ്മളിപ്പോൾ പോകുന്നത് സ്പൈവാർ കാണാനാണ്. നമ്മുടെ ഹോളിവുഡ് ടൈപ്പിൽ ഉള്ള സെറ്റപ്പില്ലേ, ഹോളിവുഡ് സിനിമയിലുള്ള ഫൈറ്റിങ് കാര്യങ്ങൾ, അങ്ങനത്തെ സെറ്റപ്പാണിതാ, ഫുൾ സെറ്റപ്പാണിതാ. അയ്യവ ഇഷ്ടംപോലെ ഇതെന്ത് സംഭവം അറിയോ? ഇതെന്ത് സംഭവം അറിയോ? ഒളിച്ചിരുന്ന യുദ്ധം ചെയ്യാം. പഴശ്ശിയുടെ യുദ്ധമുറകളാണ്. അതെ, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് പഴശ്ശിയുടെ, യൂറോപ്യൻ പഴശ്ശിയുടെ യുദ്ധമുറകൾ കാണാം നമുക്ക് തായ്ലാൻഡില്.
പൈസ അപ്പോൾ നമ്മൾ സ്പൈ വാർ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അയ്യവ അടിപൊളി ഏരിയ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ മീനാണ്. അയ്യവ മീൻ നോക്കടാ, കുറേ കേട്ടോ മീനുണ്ട്, പല പല സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മളത് ഫുഡ് ഉണ്ടു കേട്ടോ. ബാക്കി റൈസൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ചിക്കനൊക്കെ ടേസ്റ്റ് ചെയ്ത ദിവസം അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആരാണ് പോണേ? നമ്മൾ റിവർ സഫാരിക്ക് നമുക്ക് പോവാം കേട്ടോ. റിവർലാൻഡ്, റിവർ ഷോ എന്തും പറയാം. If you would like to take a photo with our superstar, yes, could you please contact our police staff after the show? ท่านใดที่ต้องการถ่ายรูปกับน้องโลมาติดต่อกับเจ้าหน้าที่ได้เลย നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അഡ്വഞ്ചർ സഫളി. ഈ ബോട്ട് നമ്മൾ പോവാട്ടോ. നമ്മുടെ ബോട്ടിൽ തിരിക്കാൻ കേട്ടോ. യെസ്, നമ്മൾ ബോട്ടിൽ കയറിയിരിക്കാം. അയ്യവ ഏതാ രസല്ലേ. നമ്മളൊരു ആമസോൺ കാർഡ് പണിക്കൊണ്ട് പോയി പോകുമ്പോ അല്ലേ. സിംഗത്തെ നമ്മൾ കണ്ട് പേടിച്ച് കഴിച്ചു. ഇതിനെ ഒച്ചയായിട്ടിട്ട് ആണ്ടാ കുറേ മക്കളുണ്ട് സിംഗത്തിൻ്റെ. അങ്ങനെ നമ്മൾ കഴിഞ്ഞിറങ്ങിട്ടോ. വെരി നൈസ്, അടിപൊളിയായിരുന്നു. അഡൾട്ട് 380 കേട്ടോ, ചൈൽഡ് 380. 350 ഭാഗത്താണ് നമുക്ക് ഇവിടെ കയറണമെങ്കിൽ. നമ്മളങ്ങനെ ജിറാഫിന് ഫീഡ് ചെയ്യാൻ പോകാം കേട്ടോ. ആഹാ അടിപൊളി. ഇവിടെ ഇഷ്ടമുണ്ട്, വലുതുണ്ട് കേട്ടോ. അതിനെന്താ അടുത്ത് വേറെ കൊടുക്ക്. സഫാരി പാർക്കിൽ നമ്മൾ എൻ്റർ ചെയ്യാം. നല്ല അടിപൊളി ക്ലൈമറ്റ് ഇട്ടപ്പോൾ കറക്റ്റ് ടൈം, നല്ല രസം ഉണ്ടോ. ഫീവറൊക്കെ നിൽക്കുന്നുണ്ടോ. ഇവിടെ സ്വന്തമായിട്ട് നമുക്ക് വണ്ടി എടുത്ത് വരാം കേട്ടോ. അങ്ങനെ വരാം. ഇപ്പം നമ്മൾ വന്നിട്ടുള്ള വണ്ടിയിലാണ് ഇപ്പോൾ നമ്മൾ സഫാരിക്ക് പോകുന്നത്. എല്ലാം വിശ്രമിക്ക് കയറിയിരിക്കുകയാണ്. ഇതാ പോകുന്നത് കുറച്ച് നമ്മൾ വൈൽഡ് അനിമലിലേക്ക് കയറിയിട്ട് അവിടെ ലേണിൽ എഴുതിയിട്ടുണ്ട്. മേ ബി ലേൺ ഉണ്ടാവും. യെസ് ഗൈസ്, നമ്മൾ കണ്ടിരിക്കുന്നു, നമ്മൾ കണ്ടുമുട്ടി. എല്ലാവരും വിശ്രമത്തിലാണ്. എല്ലാം
വിശ്രമത്തിലാണ്. ഇത് സൈസ് കേട്ടോ, ഇത് സൈസ് നല്ല സൈസ് ഉണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബംഗാൾ ടൈഗറാണ്. ഭാഗ്യമുണ്ട് നമുക്ക് കാണാം. നമ്മൾ കണ്ടിരിക്കുന്നു ഗൈസ്. നമ്മളിപ്പോൾ ഇതാ സഫാരി കഴിഞ്ഞ് വന്ന് നമ്മളിപ്പോൾ ടെർമിനൽ എന്നുള്ളൊരു മാളിലാണ് ഉള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഡിന്നർ നമുക്കിത് രാത്രി പറഞ്ഞിട്ടുണ്ട്, അത് ക്രൂസിലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുക. ഈ മാളിൽ തൊട്ട് ബാക്ക് സൈഡിലാണ് അതിൻ്റെ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി നമ്മളൊരു 7 മണിയാകും നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് പോവും. അവിടെ ചെന്ന് നമ്മൾ ക്രൂസിൽ കയറി നമ്മൾ ഇന്ന് ഡിന്നർ അവിടെ കഴിഞ്ഞ് തിരിച്ച് നേരെ റൂമിലേക്ക് വരും. അത് നമുക്ക് വേറെ പോകുന്നുണ്ടാവും. പില്ലർ 1-ലാട്ടോ നമ്മുടെ ക്രൂസ് വരാം കേട്ടോ. നമുക്ക് തന്നെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡിപ്പാർച്ചർ വരുന്നത് 7 ഇറക്കിയാണ് കേട്ടോ. 7 ഇറക്കിയാണ് ഡിപ്പാർച്ചർ വരുന്നത്. ഇതാ അതായിരിക്കും നമ്മുടെ ടിക്കോറി ക്രൂസ്. നമ്മളങ്ങനെ കയറാൻ പോവാണ് കേസ്. ഇത് അടിപൊളി മോനെ. നമ്മൾ ദുബായിൽ നമ്മൾ പോയിട്ടുണ്ട് കപ്പലില്ലേ, ക്രൂസിൽ പോയില്ലായിരുന്നോ? അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് പുറപ്പെടാൻ പോകാം കേട്ടോ. നമ്മൾ വന്നിരുന്ന മാളില്ലേ, ആ മാളാണത് ടെർമിനൽ 21. നമ്മളിതാ വണ്ടി കയറി. എല്ലാവരും ഉണ്ട് കേട്ടോ. പോകട്ടോ. അപ്പോൾ നമ്മളിതാ ക്രൂസിൽ കയറി. ഇവിടെ ഫുഡിൻ്റെ സ്റ്റാർട്ട് ചെയ്തട്ടാ. ഇവിടെ ഫുഡ് എടുത്ത് കഴിക്കാനുള്ള കമാൻഡ് വന്നു തുടങ്ങി. എല്ലാവരും ഫുഡിൻ്റെ പുറകെ. നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ്. നല്ല കാലാവസ്ഥയാണ്, അധികം ചൂടൊന്നുമില്ല, നോർമൽ കാലാവസ്ഥ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് എന്ത് ചെയ്യാം, കാണിച്ചു തരാം ഏതൊക്കെ ഫുഡുള്ള നോക്കാം, എന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. നമ്മുടെ നാളുടെ ഇടിയപ്പം കേട്ടോ, അതേ ടേസ്റ്റ് ഇടിയപ്പത്തിൻ്റെ. ഞങ്ങളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ സ്റ്റിക്സ് ഇട്ടു, കുറച്ച് പ്രോൺസ് കലഞ്ഞെടുത്തു. വണ്ടി ഇതാ നീങ്ങിക്കൊണ്ടിരിക്കാം കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഏറ്റവും ഫ്രണ്ട് എന്താക്കാം, അത്യാവശ്യം കുറേ ബോട്ടുകളുണ്ട് കേട്ടോ. കുറേ കോഴ്സ് ഉണ്ട് ഈ സെയിം ഇതിൽ തന്നെ, കുറേ ബോട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് എത്താറേ ഞങ്ങൾ. ഇനിയിപ്പോൾ മാക്സിമം ഒരു 1/2 മണിക്കൂർ കൂടി. കയറുവാ അങ്ങനെ നമ്മൾ കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ് റൈസ്. അപ്പോൾ നമ്മളിതാ തിരിച്ച് റൂമിലെത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ ഇതാ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ബാങ്കോക്കിൽ. ബാക്കി നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നാളെ നമുക്ക് പർച്ചേസിങ് കാലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളത്തെ ദിവസം നമ്മുടെ വ്ലോഗ് ഇന്ന് ഇതാക്കാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ കാണും വരെ വിടാം.